അങ്ങനെയാണെങ്കിൽ ഏട്ടൻ തന്നെ ഒരു പോംവഴി പറഞ്ഞു തന്നെ. നീ കിടന്ന് വെറുതെ ബഹളം വെക്കാതെ നമുക്ക് സാവകാശം ആലോചിക്കാമെന്ന്. അതിനൊന്നുമുള്ള സമയമില്ല. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചേ പറ്റൂ. അങ്ങനെ എടുത്തിയാടി എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ? ഏട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛന്റെ പ്രോഡം ഫണ്ട് വാങ്ങിയല്ലേ അമ്മയുടെ കല്യാണം നടത്തിയത്? അതെ. അത് തിരിച്ചു കൊടുക്കാൻ ഏട്ടനെ കൊണ്ട് സാധിക്കോ? അതിലൊരു ഭാഗം എടുത്ത് ബൂത്തിലേക്ക് കമ്പ്യൂട്ടർ വാങ്ങിയില്ലേ? ആ കണക്ക് എങ്ങനെ തീർക്കും? എല്ലാത്തിനും ഒരു വഴി കാണണം. ഞാനും അതേ പറഞ്ഞുള്ളൂ. ഒരു വഴി കാണുന്നത് വരെ അച്ഛൻ തിരിച്ചു വന്ന വിവരം ആരും അറിയാൻ പാടില്ല. നീ പറഞ്ഞ വെറുതെ എന്നെ കൺഫ്യൂസ് ചെയ്യാതെ. ഒരു കൺഫ്യൂഷനും ഇല്ല. പഴയതുപോലെ ജോലിയില്ലാതെ തേരാപ്പാര തെണ്ടി നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ കാക്കിയിട്ടുണ്ട് നേരെ കമ്പനിയിലേക്ക് ചെന്നാല് ഫയലും തിരിച്ചു കൊടുത്ത് വല്ല കടലിലും ചാടി എനിക്ക് മരിക്കാം. ഗുരുവായൂരപ്പ, കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി അതിന്റെ ദോഷം ഉണ്ടാവണ്ട. എണീറ്റോ? എവിടെ? ഒന്ന് ഒഴിഞ്ഞിടാനാണ്. ചേടാ, ഇത്ര രാവിലെ എവിടെ പോയി? ആ, ഇതെന്താ ഇവിടെ വന്ന് നിക്കണേ? ഇത് മുഴുവൻ പഴയ സാധനങ്ങളാ, ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. ഒരുപാട് കർമ്മങ്ങൾ ചെയ്തതല്ലേ, ബലിയും ഇട്ടു. എല്ലാ ദോഷങ്ങളും പോട്ടെ. ഇനി നമുക്ക് തിരുനാവായിലൊന്ന് പോണം. മൂകാംബികയിലും പോയി തൊഴണം. എന്താ ഒന്നും മിണ്ടാത്തെ? മിണ്ടൂല്ല, മിണ്ടാൻ പാടില്ല. മക്കളുടെ ഉത്തരവാണ്. അച്ഛൻ ജീവിച്ചിരിക്കുന്നു എന്ന് പുറത്തറിഞ്ഞാൽ ഒരുത്തന്റെ ജോലി പോവില്ലേ? കമ്പനിന്ന് വാങ്ങി ചെലവാക്കിയ പണം മുഴുവനും തിരിച്ചടയ്ക്കണ്ടേ? അതിനേക്കാൾ എത്രയോ ഭേദമാണ് വെളിച്ചം കയറാത്ത ഈ മുറിയിൽ അടച്ചിടുന്നത്. എന്താടാ ഞാൻ കേട്ടത്? അച്ഛനെ ഒളിപ്പിച്ചിട്ട് വേണോ നിനക്കൊക്കെ സൂഹിക്കാൻ? സമ്മതിക്കില്ല, ഞാനിത് സമ്മതിക്കില്ല. പുറത്തേക്ക് വരുന്നുണ്ടോ? ദൈവമാണ് എനിക്ക് തിരിച്ചു കൊണ്ടു തന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ വിധവയായി കഴിയാൻ എന്നെ കൊണ്ട് പറ്റില്ല. പറയടാ അച്ഛനോട് പുറത്തേക്ക് വരാൻ. അമ്മ എന്തറിഞ്ഞിട്ടായി വിളിച്ചു പോകുന്നത്? അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല. കുറച്ചു ദിവസത്തേക്ക് നമ്മൾ ഈ വിവരം പുറത്തു പറയുന്നില്ല, അത്രേ ഉള്ളൂ. അച്ഛൻ മരിച്ചു എന്ന പൂർണ്ണ വിശ്വാസത്തിലല്ലേ പ്രോവിഡന്റ് ഫണ്ട് വാങ്ങി ചെലവാക്കിയത്. വീട് വിറ്റ് അത് തിരിച്ചു കൊടുക്കാമെന്ന് വെക്കാം. അതിനു മുമ്പ് ഈ വീടുമേലുള്ള കട ആര് വീട്ടും? അച്ഛന് പകരമാണ് എനിക്കൊരു ജോലി അവർ തന്നത്. അതും അച്ഛൻ വാങ്ങുന്നതിന്റെ ഇരട്ടി ശമ്പളം, അതിനേക്കാൾ കൂടുതൽ പ്രൊമോഷൻ സാധ്യത. അതൊക്കെ ഈ വീട്ടിലേക്ക് തന്നെ വന്നു ചേരുന്ന നേട്ടങ്ങളല്ലേ? അപകട മരണമായതുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം എത്രയാണെന്ന് അറിയോ? 1-2 അല്ല, 3.25 ലക്ഷം രൂപ. ഇൻഷുറൻസിന്റെ ആൾക്കാർ 2-3 ദിവസത്തിനകം ഇവിടെ എത്തും. ബുദ്ധിമോശം കൊണ്ട് അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണോ? അമ്മേ, ഇതൊന്നും നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല, വന്നു ചേർന്നതാണ്. ഈ കുടുംബം രക്ഷപ്പെടേണ്ടത് അച്ഛന്റെ ആവശ്യമല്ലേ? എന്താ ഒന്നും പറയാത്തെ? തൽക്കാലം ഈ വിവരം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അച്ഛൻ ഇവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞങ്ങളില്ലേ, അമ്മയില്ലേ, മുത്തച്ഛനില്ലേ? പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ ഞാൻ പറയുന്നതാണ് ശരിയെന്ന് അച്ഛന് മനസ്സിലായിട്ടുണ്ട്. അമ്മ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. എന്താ ഇവിടെ ഇങ്ങനെ? ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അല്ല ചേട്ടാ, പ്രൊബേഷൻ കഴിഞ്ഞിട്ട് നല്ല റിമാർക്കോടെയാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതെ, അച്ഛന്റെ ഒഴിയിൽ വന്നതായതുകൊണ്ട് എന്റെ ജോലിക്ക് ഭാവിയിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? എന്ത് പ്രശ്നം? യൂണിയൻകാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഏതായാലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ തന്നെ ചത്തു മണ്ണടിഞ്ഞു പോയത് എന്റെ അച്ഛൻ ജീവനോടെ കുഴിയിൽ നിന്ന് എണീറ്റ് വരണം. അതേതായാലും ഉണ്ടാവാൻ പോണില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? ചെറിയ വിളിയാ, 5.25. ഇവിടെ ചില്ലറയൊന്നുമില്ല. ആ, പിന്നെ തന്നാ മതി. ഓ,
ആ നോട്ട് വാങ്ങി ചില്ലറ മാറ്റി കൊടുത്താ പോരായിരുന്നു. ഇങ്ങനെ ദാനം കൊടുക്കാൻ മുതലാളി ആരാ? അലക്സാണ്ടർ ചക്രവർത്തി. അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. ഒരു 3 ലക്ഷം രൂപ കിട്ടിയാൽ ഒറ്റ വിളി കൊണ്ട് 3 ലക്ഷം ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലടാ, 3 ലക്ഷം രൂപ കിട്ടിയ 1 ലക്ഷം രൂപ ആ പ്രോവിഡന്റ് ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കാം. 2 ലക്ഷം രൂപ ബാങ്കിലിട്ടാൽ അവന്റെ ശമ്പളത്തിനുള്ള പലിശ കിട്ടും. പ്രശ്നം തീർന്നേനെ. എന്തു പ്രശ്നം? അല്ല, പ്രശ്നം എന്താണ്? പ്രശ്നമൊന്നുമല്ല. പ്രശ്നം എന്ന് പറയാൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. നീ ഇതൊക്കെ ഒന്ന് നോക്ക്. ഇങ്ങേർക്ക് എന്ത് വട്ടായിപ്പോയ? ഇതിലൊന്നും അത്ര വലിയ കാര്യമില്ലെന്നേ. ഞാനിത് എത്ര കണ്ടതാ. ഈ റെസിറ്റ് ബുക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. നമസ്കാരം. ഇരിക്ക. ആ, പണക്കയുടെ വരെ ഇവിടേക്ക് വന്ന അമ്മയോട് നേരിട്ട് പറയണമെന്ന് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചതാ. പുറപ്പെടുമ്പോ 5-8 പേരുണ്ടായിരുന്നു. ചായ ഒടിച്ച് നോക്കിയപ്പോ മറ്റവരൊന്നും കണ്ടില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മയോടെ ആ കൃഷ്ണക്കുറുപ്പിന്റെ പണക്കയുടെ വലിപ്പം ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭാഗ്യം എന്നല്ലാതെ എന്താ പറയാ. നല്ലൊരു ദിവസം നോക്കി ആ കിഴി ആഘോഷമായിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കാനാ ഭാവം. ആ കിഴി അങ്ങോട്ട് വാങ്ങിക്കുക. അതോടെ കുറുപ്പ് മരിച്ചതിന്റെ സമസ്ത ദുഃഖങ്ങളും അങ്ങോട്ട് മറക്കുക. ഞങ്ങളുടെ ഒരു അപേക്ഷയാണിത്. സ്നേഹത്തിന് നന്ദിയുണ്ട്, പക്ഷേ എന്റെ ദുഃഖം മാറ്റാൻ ഈ കിഴിയുടെ ആവശ്യമൊന്നുമില്ല. എന്താ ഈ പറയണത്? മരിച്ചവർക്ക് എന്താ പരമാനന്ദ സുഖമല്ലേ? ജീവിച്ചിരിക്കുന്നവർക്കല്ലേ പ്രാരാബ്ധവും ദുഃഖവും. എന്നാ ഒരു കാര്യം പറയാലോ, കൃഷ്ണക്കുറുപ്പ് മരിച്ചപ്പോഴാ കൃഷ്ണക്കുറുപ്പിന്റെ വില അറിയുന്നത്. ജീവിച്ചിരുന്നതിനേക്കാൾ പച്ച പിടിച്ചില്ലേ കുടുംബം. ആന ജീവിച്ചിരുന്നാലും ചെരിഞ്ഞാലും 12,000 ഒരു പഴഞ്ചൊല്ലുണ്ട്. ജീവിച്ചിരുന്നാൽ ലക്ഷക്കണക്കിനാ വില, ചത്താൽ അതിനേക്കാ വില. ആന കൊമ്പിനെന്താ വില, പല്ലിനെന്താ വില, നഖത്തിനെന്താ വില, ആന വാലിന് പോലും എന്താ വില. സത്യം പറഞ്ഞാൽ കുറുപ്പും ഒരു ആനയായിരുന്നു, തുമ്പിക്കൈ ഇല്ലാത്ത ഒരാന. അറിയാലോ, ഞാനും കുറുപ്പും ഈച്ചയും ശർക്കരയും മതിയായിരുന്നു. 2 ഉടലും ഒരു മനസ്സും. കേട്ടിട്ടുണ്ട്. കുറുപ്പ് പറയാറുണ്ടോ? ഇല്ല, എന്നാലും അറിയാം. അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. അല്ല, അത് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. വേണ്ട, അത് പറ്റില്ല. അമ്മയോട് തന്നെ പറയണം. കാര്യം പറ ചേട്ടാ. ഞാൻ പറയണ്ടെന്ന് ഉദ്ദേശിച്ചതാ. ഒരാള് മരിച്ചതിനേക്കാൾ വലുതല്ലല്ലോ ഇതൊന്നും. ഇപ്പൊ നിങ്ങളുടെ സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടതുകൊണ്ട് ഒന്ന് പറഞ്ഞു കളയാവുന്ന കാര്യം. എന്താ? മുമ്പ് കമ്പനി വെച്ച് കുറുപ്പ് എന്റെ കയ്യിൽ നിന്ന് ഒരു അത്യാവശ്യത്തിന് 5,400 രൂപ കടം മേടിച്ചിരുന്നു. അത് തരാതെയാണ് കുറുപ്പ് പോയത്. ആ കാശ് ഞാൻ ഈ കിഴിയിൽ നിന്ന് എടുക്കും. അച്ഛൻ എന്ത് കടം വാങ്ങിയാലും ആ കാര്യം ഏട്ടനോട് പറയും. കണിശക്കാരനായതുകൊണ്ട് ഏട്ടൻ അതെല്ലാം എഴുതി വെക്കുകയും ചെയ്യും. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കളയാൻ ഞാൻ ഏട്ടനോട് പറയാം. ഇനി അഥവാ ഏട്ടൻ അത് എഴുതി വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നാലും വെട്ടിക്കളയാൻ പറയാം. അല്ല, അപ്പൊ പിന്നെ കണറേട്ടൻ പറ. ഇത് അക്രമ, ഞാനിത് സമ്മതിക്കില്ല. വെള്ളം ചൂടാക്കണതോ? അല്ലടി, മരിച്ചുപോയ കുറുപ്പിന്റെ പേരും പറഞ്ഞ് ആ കണാരം പിരിവ് തുടങ്ങിയിട്ട് കാലം കുറയായി. ശുദ്ധ തട്ടിപ്പാ. ഈ വേണ്ടാന്ന് സരസ്വതി ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ പണം മുഴുവൻ തൊഴിലാളികൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതോടെ അവന്റെ സ്കൂളും പൂട്ടും. അത് പൂട്ടിച്ചിട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വരാം. വേഗം വരണം, ഞാൻ വെള്ളം പറക്കി വെക്കും. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്ന് കാരണന്മാര് പറഞ്ഞത് നേരാ. ഇങ്ങനെയുണ്ടോ കാട്ടുകള്ളന്മാര്?